കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ആരാധനാമൂർത്തി ആയ അയ്യപ്പൻ വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രത്തിലാണ്, ശബരിമല. അപ്പോൾ അവിടുന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയ വിവരം എല്ലാവർക്കും അറിയാം. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ അയ്യപ്പൻ്റെ സ്വർണം കട്ടവന്മാരുമൊന്നും അയ്യപ്പൻ വെറുതെ വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണത്. അപ്പോൾ ഇത്രയും ആളുകൾ ചെല്ലുന്ന ഒരു സ്ഥലം, അവിടുന്ന് എന്ത് ധൈര്യത്തിലാണ് ഈ സ്വർണ്ണം എടുത്ത് മാറ്റിയതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു ധാരണയിലല്ലേ ചെയ്തത്. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തയെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത്, പത്മകുമാർ ഉൾപ്പെടെയുള്ള, അതായത് 2019 ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ള, അതുപോലെ ശങ്കർദാസ്, രാഘവൻ തുടങ്ങി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ കേസിൽ പ്രതികളാകും, അന്വേഷണം നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. 2 FIRകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ കൊണ്ടുവന്നേക്കുന്ന 2 FIR ആണ് അവർ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ 2 FIRകളിൽ ഒരു FIR, രണ്ടാമത്തെ FIRൽ, അതായത് കട്ടളപ്പടികൾ ഇളക്കി അതിൻ്റെ പാളികൾ, കട്ടളപ്പടികളുടെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി, സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ അതിനെ സംബന്ധിച്ചുള്ള FIRൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും കൂടെ 8ാം പ്രതിസ്ഥാനത്തെ ചേർത്തേക്കാണ്. ആളുകളുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ, പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഉദ്യോഗസ്ഥരാണ് മൊത്തം ചെയ്തു, ഉദ്യോഗസ്ഥരുടെ മേളിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിരുന്നതാണ്. കോടതിയുടെ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇനി അത് സത്യം പുറത്ത് വരുമെങ്കിൽ വരും എന്ന് നമുക്കൊരു പ്രതീക്ഷയെങ്കിലും ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഉദ്യോഗസ്ഥരാണ്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു കഴഞ്ച് പോലും സ്വർണം അവിടുന്ന് ഞാൻ കടത്തിയിട്ടില്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ എന്നെല്ലാം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ. പക്ഷെ ഇപ്പോൾ അതെല്ലാം അങ്ങ് മാറിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്തിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഓരോരുത്തരുകയാണ്. സജി ചെറിയാൻ്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട് കേട്ടോ. ശബരിമലയിലെ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അപ്പം കൊള്ള നടന്നില്ല എന്നൊരു കേസ് അദ്ദേഹത്തിനില്ല, കൊള്ള നടന്നു. പക്ഷെ കൊള്ള നടന്നത് 2019 ഭരിക്കുന്നത്, 2019 ഉമ്മൻചാണ്ടിയാണോ ഭരിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സജി ചെറിയാൻ, ബഹു പറഞ്ഞില്ലേ, മറന്നുപോയി, ബഹു സജി ചെറിയാൻ ഒന്ന് ആലോചിക്കണം. അപ്പോൾ 2019 നടന്ന കൊള്ള എന്ന് പറയുന്നത് അന്ന് മുതൽ അരങ്ങേറിയ കൊള്ള വെളിയിലേക്ക് വരുന്ന അന്ന് മുതലാണ്. ഈ കൊള്ളകളെല്ലാം ഉമ്മൻചാണ്ടി ചെയ്തതാണ് എന്ന് പറയാനുള്ള ഒരുക്കം. അതിൻ്റെ തൊലിക്കെട്ടി എന്ന് പറയുന്നത് അത്ര കൂടെ, കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറയാൻ. കാര്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന കൊള്ളയായത് അല്ലേ, എന്ത് എളുപ്പമാണ് പറയാൻ. അവിടെ കൊള്ള നടന്നു, അത് അദ്ദേഹം സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ കൊള്ള നടന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താന്ന് പറയുന്നത്. എളുപ്പമുണ്ട്, മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ പേരിൽ എന്തും അങ്ങ് പറയാമല്ലോ. പണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ഉമ്മൻചാണ്ടിയുടെ പേരെടുത്ത് പെരുമാറാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ നമ്മളെല്ലാം കേട്ടതല്ലേ. എന്ത് തോന്നിയ ദിവസം അദ്ദേഹം അധികാരത്തിന് വേണ്ടി 4 വോട്ടിന് വേണ്ടി എന്ന് നമ്മൾ പറയുന്ന നേതാവുണ്ടല്ലോ, ആ നേതാവ് വിചാരിക്കണം 4 വോട്ടിന് വേണ്ടി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ബാക്കി പുറത്ത് പറയാൻ കൊള്ളത്തില്ല, ആ പണിയാണല്ലേ കാണിച്ചത്. ഇനി അത് പൊക്കോട്ടെ. എന്നിട്ടും ഉമ്മൻചാണ്ടി വിടരുത്. ആ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ കൊള്ള നടന്നെന്ന്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കൊള്ള മാത്രമല്ല, ഈ നാട് മുഴുവൻ ലാവ്ലിൻ കേസ്, അതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലമാണ് കേട്ടോ. ലാവ്ലിൻ ഉമ്മൻചാണ്ടിയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള അഴിമതികളൊന്നും ഞാൻ പറയുന്നില്ല, ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ നടന്നേക്കുന്നത്. ഇനി അത് പൊക്കോട്ടെ, അത് രാഷ്ട്രീയമായതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോൾ വെളിയിൽ വന്നേക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം തിരിച്ചു വിഴുങ്ങേണ്ട ഗതികേടിലേക്ക് ഇരിക്കുകയാണ്. പത്മകുമാർ ആദ്യം പറഞ്ഞെന്താണ്? ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചാനലിലൊക്കെ കൊടുത്ത അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അത് ചെമ്പുപാളിയായിരുന്നു, തീർത്ത് പറഞ്ഞ് ചെമ്പുപാളിയാണെന്ന്. അവസാനം പിന്നെ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെളിയിലായി കഴിഞ്ഞപ്പോൾ, വിവരം വെളിയിലായി കഴിഞ്ഞപ്പോൾ പതുക്കെ പറഞ്ഞ്, അല്ല അത് ഞാനൊന്നുമല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ഞാൻ ഇത് അറിയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അറിയേണ്ട കാര്യമുള്ളതൊന്നുമല്ല എന്നുള്ള രീതിയായി. അപ്പോൾ ആദ്യം ചെമ്പുപാളിയായിരുന്നു.
ഇപ്പം പിന്നെ സ്വർണ്ണപ്പാളി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് പ്രശ്നം മാറി. ഈ ചെമ്പ് പാളിയാന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് കൊടുത്തത് യഥാർത്ഥ ചെമ്പ് പാളി കൊണ്ട് കൊടുത്തെങ്കിൽ ഇത് മാറ്റിയതാണ്, ഇവിടുന്ന് ഇളക്കിയ പാളികളെല്ലാം മാറ്റിയതാണ്, മാറ്റിയിട്ട് വേറെ കൊണ്ട് കൊടുത്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ മാറ്റി, അത് പൊതിഞ്ഞിരുന്ന പാളികൾ മാറ്റി കൊണ്ടുപോയി. ചെമ്പിനകത്ത് സ്വർണം പൊതിഞ്ഞിരുന്ന പാളികളാണ്, ക്ലാരിങ് നടത്തിയിരുന്ന ആ സ്വർണം, ഇതൊക്കെ റിമൂവ് ചെയ്തു. നോക്കിയപ്പോൾ എന്തോന്നറിയാം, അതൊന്നും ആവത്തില്ല. എന്നാൽ പിന്നെ കട്ടളപ്പടിയും കൂടെ അങ്ങ് പൊളിച്ചേക്കാം. ഇതെന്ന് കട്ടളപ്പടിയും കൂടെ അങ്ങ് പൊളിച്ചു. കട്ടളപ്പടിയുടെയും സ്വർണം അതിന് മങ്ങലുണ്ടായി, വലിയ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് അത് അങ്ങ് ഇളക്കി കൊടുത്തു. അതും ചെമ്പുവാളികളെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയി. അത് ചെമ്പുവാളികളൊന്നുമല്ല, സ്വർണം ക്ലാഡിങ് നടത്തിയിരുന്നതാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ദ്വാരപാലകന്മാർക്കും ക്ലാഡിങ് നടത്തി, സ്വർണം ക്ലാഡിങ് പാളി കൊണ്ട് ക്ലാഡിങ് നടത്തിയെന്നുള്ളത് ഉറപ്പാണ്, പൂശിയതല്ല. അത് ഇവർക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പം ഇത്രയും പ്രശ്നം ഇത് അങ്ങ് വെളിയിലേക്ക് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇനി ഇത് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതായത് ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇനി ഇത് ഇവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളല്ലേ ഇവരൊക്കെ, അവരുടെ നോമിനികളല്ലേ ഇത് മുഴുവൻ, അവരല്ലേ ഇതിനെ നിയോഗിച്ചേക്കുന്നത്. പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലേ ഇതെല്ലാം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതിലെ മെമ്പേഴ്സിനെയൊക്കെ നിയമിക്കുന്നത്. അപ്പോൾ അത് ഇവർക്ക് അതിനകത്ത് ഭരണകൂടത്തിന് പങ്കില്ല എന്നിനി പറയാൻ പറ്റുമോ? ഗവൺമെൻറ്റിന് പങ്കുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ശരിയായ തെളിവാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ പത്മകുമാർ എന്ത് പറഞ്ഞാലും വേറെ ഒരൊറ്റ കാര്യം കൂടെ, അതായത് ഒരു ദണ്ടുണ്ടല്ലോ, ആ ദണ്ട് അയ്യപ്പനെ ഉണർത്താൻ ഉപയോഗിക്കുന്ന ഒരു ദണ്ടുണ്ട്. ആ ദണ്ട് അതിനകത്ത് സ്വർണ്ണം കെട്ടിയിരുന്നു, അതും ഒക്കെ പോയി അത് നന്നാക്കാൻ വന്നപ്പോൾ എന്തെന്നറിയോ, ഇവിടെ ഈ രാജ്യത്ത് വേറെ ആളുകളൊന്നുമില്ല, അത് പത്മകുമാറിൻ്റെ മകനേ ഉള്ളൂ. അത് പത്മകുമാറിൻ്റെ മകനെ ഏൽപ്പിച്ചു, അത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. ഏതായാലും ശരി, കൊണ്ടുപോയില്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു ആരോപണം ഉള്ളത് എന്താണെന്നറിയോ, പല ആളുകളും പറഞ്ഞു കേട്ടത് ആ ദണ്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത്, ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്. ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്കതിന് വിലയിടാൻ പറ്റത്ത് പോലുമില്ല. കാരണം ഓരോരുത്തരും അതിന് കൽപ്പിക്കുന്ന വിലയാണ് അതിൻ്റെ വില. ചിലപ്പോൾ ഈ ദണ്ടുണ്ടല്ലോ, ആ ദണ്ടിന് ഇടുന്ന വിലയെന്ന് പറയുന്നത് ചിലപ്പോൾ 1 കോടി രൂപയായിരിക്കും. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഇതുപോലുള്ള വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവരെയൊക്കെ ഇവിടെ മേൽശാന്തി ശബരിമല, ഇവർക്കൊക്കെ കിട്ടുന്ന ശമ്പളവും അവിടുത്തെ വരുമാനം നമ്മൾ വിചാരിക്കും ഇവിടുത്തെ കാണിക്കുകയെന്ന്. അതൊന്നുമല്ല. ഓരോ വീടുകൾ വലിയ ധനികരായിട്ടുള്ള ആളുകൾ ഇവരെ ഓരോ പൂജയ്ക്കൊക്കെ വിളിക്കും. ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്, കൈമടക്ക് കൊടുക്കുന്നത്. ഇനി അത് തമിഴ്നാട്ടിലോ അതുപോലെ ആന്ധ്രയിലോ ഒക്കെ കർണാടകയിലോ ഒക്കെ പണക്കാരാണെങ്കിൽ അവർ കൊടുക്കുന്നത് എത്രയെന്നറിയോ? അവർ കൊടുക്കുന്ന ഈ 5 ലക്ഷമൊന്നും അല്ല, ഒരു 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള തുകയായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ പിടി കേട്ടോ, ഇത് കിട്ടണം. അല്ലാതെ നമ്മുടെ അയ്യപ്പ ഭഗവാനുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഇവരാരും വരുന്നത്. ഇതിനകത്തൊക്കെ ഇവരൊക്കെ അറിയാതെ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറുമോ? ഒന്നും മാറ്റാൻ ഒക്കത്തില്ലല്ലോ. പക്ഷേ അതെല്ലാം മാറിപ്പോകുന്നു, എല്ലാം പോകുന്നു. കാണിക്കായിട്ട് വിശ്വാസികൾ സമർപ്പിക്കുന്ന 15 പവൻ സ്വർണം, 10 പവൻ്റെ സ്വർണ്ണമൊക്കെ ഉള്ള മാലകളൊക്കെ കൊടുക്കും കേട്ടോ. ഈ മാലകളുമൊക്കെ അവസാനം ഇവിടെയൊക്കെ വരുന്നത് എന്തുവാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ഊഹം പോലും നമുക്ക് കിട്ടത്തില്ല. ആ രീതിയിലാണ് അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഭരണസമിതിയിൽ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ അവിടുത്തെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബാക്കി ബന്ധപ്പെട്ട ആത്മീയമായിട്ട് നടക്കുന്നെന്ന് പറയുന്ന ആളുകൾക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞെന്തെന്നറിയോ, ഈ വിശ്വാസികളുടെ ഈ പണം എടുത്തുകൊണ്ട് പോകുന്നവർ പിടിക്കപ്പെടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഏത് മതവിശ്വാസ വിഭാഗത്തിലായാലും ശരി, ചിലരൊക്കെ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തും. അവസാനം ഈ വിശ്വാസികളുടെ വസ്തുക്കളുമൊക്കെ തട്ടിയെടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. പക്ഷേ അവിടെ എങ്ങനെ രക്ഷപ്പെടും എന്ന് നമുക്ക് കരുതാൻ വയ്യ. ഇതെല്ലാം കൂട്ടിക്കയറി നിൽക്കേണ്ട ഒരു സമയം വരും, കൈയും കെട്ടിക്കൊണ്ട്. കാരണം ഇതിന് സമാധാനം പറയണം. ഞാൻ ചോദിക്കട്ടെ, ഇനി ശിക്ഷ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വേറെ കാര്യം.
ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇത്രയും അവഹേളിതരാവത്തില്ലേ? അതാ അയ്യപ്പൻ വെറുതെ വിടത്തില്ല എവരെ ആരെയും. യോഗതുണ്ട്, അതിന് മകനെ മാത്രമേ കണ്ടുള്ളൂ അത് നന്നാക്കാൻ. ഈ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരാളുടെ മോന് കൊടുക്കുമോ ഇത്? അതെന്താ, കൊള്ളത്തില്ലേ കൊടുത്താൽ? ഇല്ല. എന്തുകൊണ്ട് പത്മകുമാറിൻ്റെ മകന് കിട്ടി? അത് പത്മകുമാറിൻ്റെ മകനായതുകൊണ്ടാണ്. അതാണ് അധികാര ദുർവിനിയോഗം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് പിന്നെ അപ്പോൾ ആ പയ്യനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. കാരണം അത് അയാളുടെ ഒരു ഭാഗ്യമാണ്. ഇയാളുടെ മോനായിട്ട് ജനിച്ചു പോയതുകൊണ്ട് ശബരിമലയിൽ ഇത്രത്തോളം സ്ഥാനം കിട്ടി, ഇന്നതൊക്കെ ചെയ്യാൻ പറ്റി കേട്ടോ. അത് അയാളുടെ ഒരു നേർച്ചയാണ് കാണിക്കുക. വേറെ ആർക്കും നേർച്ചയില്ലേ? ഈ പാവങ്ങൾക്കൊക്കെ എവിടെ പോകുന്നവർക്ക് നേർച്ചയൊന്നുമില്ലേ? അപ്പോൾ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അധികാര ദുർവിനിയോഗമാണ്. അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് സ്വന്തം മക്കളെ ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക, ഓരോന്നൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗമാണ്, സ്വജനപക്ഷപാതമാണ്. ആ കാണിച്ചേക്കുന്നതിനൊക്കെ സമാധാനം പറയണം. അതുപോലെ ഇവിടുത്തെ സ്വർണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തി കൊണ്ടുപോയി. അത് ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്കറിയണം. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് സ്വർണം പതിച്ചാണെങ്കിൽ അവർ എടുക്കുകയില്ല, സ്വർണം ക്ലാഡ് ചെയ്ത് അതൊന്നും എടുക്കത്തില്ല, ശുദ്ധമായ ചെമ്പാണെങ്കിലേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ അവരൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അയാൾ മൊഴി കൊടുത്തായിട്ട് അറിയുന്നു, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MD, അതായത് ഇതിൽ നിന്ന് ഉരുക്കി സ്വർണം മാറ്റിയെന്ന് വേർതിരിച്ചെന്ന്. പിന്നെ എന്തിനാ സ്വർണം പൊതിഞ്ഞ് അവിടെ എടുക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ മാറ്റിയത്? അത് അവരിതുവരെ പ്രതിയായിട്ടില്ല. ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഏതായാലും ശരി, അയ്യപ്പൻ്റെ സ്വർണം കട്ടവനെയൊന്നും അയ്യപ്പൻ വെറുതെ വിടത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.